ഗുഡ് മോർണിംഗ്. പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 13 പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ആൻഡ് ദിസ് വീഡിയോ കൺസിസ്റ്റ് എക്സസൈസ് 13.1. എക്സസൈസ് 13.1-ലെ 17 പ്രോബ്ലംസ് ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ ഈ ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യാം. വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ആണ് എടുത്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ സിഗരറ്റ് യൂസ് ആണ്. കുമുലേറ്റീവ് റിസ്ക് ഓഫ് ഡെത്ത് ഫ്രം ലങ് ക്യാൻസർ, നോൺ സ്മോക്കർ ആണ് ഇവിടെ, 0 ആണ്. ഫീമെയിൽ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വുമൻ, ബ്ലൂവിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് മെൻ. അപ്പോൾ ലെസ് ദാൻ 5 പെർ ഡേ അവരെ ലെവൽ ഇവിടെയാണ്. അപ്പം ഇത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന പോലെ, സിഗരറ്റ് യൂസ് ഇൻക്രീസ് ചെയ്യുന്ന പോലെ റിസ്ക് ഇതുപോലെ കൂടിക്കൊണ്ട് പോകുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. സിഗരറ്റ് യൂസ് കൂടുന്തോറും ലങ് ക്യാൻസറിൻ്റെ സാധ്യതകൾ കൂടുതലാണ്. പുകവലിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ലങ്സിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സിഗരറ്റ് വലി നിർത്തിക്കഴിഞ്ഞാൽ വി ക്യാൻ ചൂസ് ഹെൽത്തി ലങ്സ്. യുവർ ലങ്സ് വിൽ വർക്ക് ബെറ്റർ. മറ്റു പല ഗുണങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലങ്സ് നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് 2 പ്രോബബിലിറ്റിയാണ്. Probability of a random person gets lung cancer. Probability of a random person gets lung cancer. Now second one, probability that a random smoker gets lung cancer. ആദ്യത്തെയും രണ്ടാമത്തെ പ്രോബ്ലംസ് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ റിസർച്ചിന് നമ്മൾ 100 പേരെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ n(s) = 100 ആണ്. അതിൽ എത്ര പേർക്ക് ലങ് ക്യാൻസർ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കും. ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് n(e) ഡിവൈഡഡ് ബൈ n(s). ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത 100 പേരിൽ 5 പേർക്ക് ലങ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5/100 ആണ്. ഇനി രണ്ടാമത്തെ പ്രോബബിലിറ്റി ദാറ്റ് എ റാൻഡം സ്മോക്കർ ഗെറ്റ്സ് ലങ് ക്യാൻസർ. ഇവിടെ നമ്മൾ എടുക്കുന്ന പേഴ്സണിനെ കുറിച്ചൊരു ഇൻഫോർമേഷൻ ഉണ്ട്. എന്താ ഇൻഫോർമേഷൻ? ഹീസ് എ സ്മോക്കർ. ഇപ്പം നമ്മൾ എക്സ്ട്രാ ഒരു ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പേഴ്സൺ ഹാസ് ലങ് ക്യാൻസർ ഗിവൻ ദാറ്റ് ഹീസ് എ സ്മോക്കർ. നമ്മളെടുത്ത 100 പേരിൽ ആരൊക്കെയാണ് സ്മോക്കർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. 100 പേരിൽ 25 പേര് സ്മോക്കർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പീപ്പിൾ വിത്ത് സ്മോക്കിംഗ് ഹാബിറ്റ്, ആ ഒരു ഇവൻറ്റിനെ നമ്മൾ എഫ് ആയിട്ട് എടുക്കും. പീപ്പിൾ വിത്ത് ലങ് ക്യാൻസർ, ആ ഇവൻറ്റ് ഇ ആണ്. പീപ്പിൾ വിത്ത് ലങ് ക്യാൻസർ ഇസ് ദ ഇവൻറ്റ് ഇ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൻ ദാറ്റ് എഫ് ഹാസ് ഒക്കേർഡ്. പ്രോബബിലിറ്റി ഓഫ് പേഴ്സൺസ് ഹാവിംഗ് ലങ് ക്യാൻസർ ഗിവൻ ദാറ്റ് പേഴ്സൺ ഇസ് എ സ്മോക്കർ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് എ പേഴ്സൺ ഹാവിംഗ് ലങ് ക്യാൻസർ ഗിവൻ ദാറ്റ് പേഴ്സൺ ഇസ് എ സ്മോക്കർ. That is equal to number of persons with lung cancer who is a smoker divided by total number of smokers. അതായത് നമ്മൾ എടുത്ത 100 പേരിൽ 25 പേര് സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ഈ രണ്ടാമത്തെ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് E/F, പ്രോബബിലിറ്റി ഓഫ് പേഴ്സൺസ് ഹാവിംഗ് ലങ് ക്യാൻസർ ഗിവൻ ദാറ്റ് ഹീസ് എ സ്മോക്കർ ഈക്വൽ ടു നമ്പർ ഓഫ് പീപ്പിൾ കോമൺ ടു E and F divided by number of elements in F. That is n of E intersection F divided by n of F. Number of persons with lung cancer who are smokers divided by total number of smoker. ഇപ്പോൾ രണ്ടാമത്തെ ഇവൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്മോക്കേഴ്സ് ആണ്. ഓക്കെ, നമ്മളെടുത്ത n(s) 100 ആണെങ്കിൽ അതിൽ എത്ര പേര് സ്മോക്കേഴ്സ് ഉണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. 25 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇറ്റ് ഇസ് ഈക്വൽ ടു 25. ഇവിടെ n(s) 25 ആണ് എടുക്കേണ്ടത്. 25-ൽ എത്ര പേർക്ക് ലങ് ക്യാൻസർ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് n(e/f) is equal to n(e) intersection F divided by n(f). നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റിയിൽ റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ്, ഇവൻറ്റ് പ്രോബബിലിറ്റി ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഇതൊക്കെ എന്താണെന്ന് ഒന്നും കൂടി മനസ്സിലാക്കാം. കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ 3 times. ഓക്കെ, ടോസിങ് എ കോയിൻ 3 times. ദെൻ ഔട്ട്കംസ് ആർ 3 heads. 3 ഹെഡ് കിട്ടാം നമുക്ക്. ഒരു കോയിൻ 3 പ്രാവശ്യം എറിയുമ്പോൾ 3 പ്രാവശ്യവും നമുക്ക് ഹെഡ് കിട്ടാം. ഓക്കെ,
or HHT, HTH, THH, HTT, THT, TTH, TTT. Set of all outcomes is known as sample space. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ ഔട്ട്കംസുകളെയും സെറ്റിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സാമ്പിൾ സ്പേസ് എന്നാണ്. ഇനി സാമ്പിൾ സ്പേസിൻ്റെ ഒരു സബ്സെറ്റിനെ നമ്മൾ പറയുന്നത് ഇവൻറ്റ്. ഇവൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. ഇതിലെ എലമെൻറ്റ്സ് തന്നെയാണ് ഈ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ. നമ്മൾ 3 ടൈപ്പ് ഇവൻറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ 3 ടൈപ്പ് ഇവൻറ്റ്സ് നമുക്ക് ശരിക്കും മനസ്സിലായിരിക്കണം. എ, കൺസിഡർ ദീസ് 3 ഇവൻറ്റ്സ്. എ സച്ച് ദാറ്റ് എക്സാക്ട്ലി 2 ഹെഡ്സ്, 2 ഹെഡ് മാത്രം ഉണ്ടായിരിക്കണം. ഓക്കെ, 2 ഹെഡ്സിൽ നിന്നും കൂടാനോ കുറയാനോ പാടില്ല. നമ്മൾ എടുക്കുന്ന ഔട്ട്കംസിൽ 2 ഹെഡ്സ് ഉണ്ടായിരിക്കണം. സോ എ ഈസ് ഈക്വൽ ടു സെറ്റ് HHT, HTH, THH. നൗ ബി സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്, കുറഞ്ഞത് 2 ഹെഡ്സ്. അപ്പോൾ എന്താകാം? 2 ഹെഡ്സിലെ എലമെൻറ്റ്സ് ഉണ്ടാകും, 2ൽ കൂടുതൽ ഹെഡ്സിലെ എലമെൻറ്റ്സ് ഉണ്ടാകും. ഈ കേസിൽ 2 ഹെഡ്സ് വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാകും, 3 ഹെഡ്സ് വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാകും. സോ ബി ഈസ് ഈക്വൽ ടു സെറ്റ് HHT, HTH, THH, HHH. Now consider C equal to at most 2 heads. മാക്സിമം 2 ഹെഡ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഏതൊക്കെ രീതിയിൽ വരാം? 0 ഹെഡിലെ എലമെൻറ്റ്സ് ഉണ്ടാകാം, 1 ഹെഡ് വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാകാം, 2 ഹെഡ്സ് വരുന്ന എലമെൻറ്റ്സും ഉണ്ടാകാം. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്, മാക്സിമം 2 ഹെഡ്സ് ഉണ്ടാവണം. So C is equal to set TTT, HTT, THT, TTH, HHT, THH, HTH. ഈ 3 സെറ്റ്സിനെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. എക്സാക്ട്ലി 2, അറ്റ്ലീസ്റ്റ് 2, അറ്റ്മോസ്റ്റ് 2. Now probability. Now consider a sample space with outcomes omega 1, omega 2, etc. omega n. Probability is a positive number which satisfies these conditions. 0 less than or equal to p of omega I less than or equal to 1. Probabilityയുടെ വാല്യൂ 0 ആകാം, 1 ആവാം. 0ൻ്റെയും 1ൻ്റെ ഇടയിൽ വരുന്ന ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. പ്രോബിലിറ്റി ഒരിക്കലും ലെസ് ദാൻ 0 ആകുന്നില്ല, പ്രോബിലിറ്റി ഒരിക്കലും ഗ്രേറ്റർ ദാൻ 1ഉം ആകില്ല. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു പി ഓഫ് ഒമേഗ ഐ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1. ഇനി നമ്മൾ ഈ എലമെൻറ്റ്സിൻ്റെ പ്രോബിലിറ്റി എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഉത്തരം എന്താ? 1 ആണ്. പി ഓഫ് ഒമേഗ 1 പ്ലസ് പി ഓഫ് ഒമേഗ 2 പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് ഒമേഗ എൻ ഇസ് ഈക്വൽ ടു 1. ഓർ പി ഓഫ് സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു 1. Now let E be a subset of S. E be an event of S. Probability of E കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് P of omega I, probability of omega I add ചെയ്യണം. Omega I belongs to E. Sigma P of omega I belongs to E. E എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെൻസിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്താൽ P of E കിട്ടും. വേറൊരു രീതിയിലും നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. Probability of E is equal to number of elements in E divided by number of elements in ES. N of E by N of S. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ പഠിച്ച ചില ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കണം. P of A union B equal to P of A plus P of B minus P of A intersection B. P of A complement, that is P of not A, equal to 1 minus P of A. A complement കണ്ടുപിടിക്കുന്നത് S minus A, sample space minus A. Okay, A and A complement are disjoint sets. If A and B are disjoint sets, then probability of A union B is equal to P of A plus P of B. And probability of A minus B is equal to P of A minus P of A intersection B. Consider sample space S, 2 sets A and B. 2 sets A and B. ഇവിടെ ഇരിക്കുന്ന ഈ സ്പേസിനെ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ട് A minus B ആണ്. A minus B. And we know that A minus B union A intersection B is equal to A. And A minus B and A intersection B are disjoint sets. ഇത് രണ്ടും disjoint sets ആണ്. So probability of A is equal to probability of A minus B plus probability of A intersection B. So we have probability of A minus B is equal to P of A minus P of A intersection B. കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇപ്പോൾ സെക്കൻഡ് ഇയർ പ്രോബബിലിറ്റി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചിട്ടാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം.
Consider the random experiment of tossing a coin twice. Okay, tossing a coin 2 times. Then what is sample space? When we toss a coin 2 times, sample space is equal to set HH, HT, TH, TT. 4 elements ഉണ്ടാകും. ഒരു കോയിന് 2 പ്രാവശ്യമാണ് പറയുന്നത്. So HH, HT, TH, TT. Consider 2 events E and F. Let E equal to 2 heads or 2 tails. ഒന്നെങ്കിൽ 2 ഹെഡ്സ് ഓർ 2 ടെയിൽസ്. അങ്ങനെ വരുമ്പോൾ ഈ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? എച്ച് എച്ച് ടി ടി. 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ എച്ച് എച്ച് വരും, 2 ടെയിൽസ് എന്ന് പറയുമ്പോൾ ടി ടി എന്ന് പറയും, ടി ടി വരും. സോ ഇ ഈസ് ഈക്വൽ ടു സെറ്റ് എച്ച് എച്ച് ടി ടി. ലെറ്റ് എഫ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 1 tail appears. At least 1 means 1 or more than 1. 1 tail or 2 tails. So here 1 tail or 2 tails. So F consists HT, TH, TT. ഒന്നോ ഒന്നിൽ കൂടുതലോ tails ഉണ്ടാവുക. അപ്പോൾ ഈ 3 elements ആണ് Fൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് probability of 2 heads or 2 tails appears given that at least 1 tail appears. Okay, probability of E given that F has occurred. F നടന്ന ശേഷം ഈ നടന്ന ഇവന്റ് നടക്കേണ്ട പ്രോബബിലിറ്റി ആണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ്. ഇതുപോലെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൻ ദാറ്റ് എഫ് ഹാസ് ഒക്കേർഡ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പ്രോബബിലിറ്റി ഓഫ് 2 heads or 2 tails appears given that at least 1 tail appears. ഈ എഫ് നടന്ന ശേഷം ഇ നടക്കുന്ന പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ഇ വിത്ത് കണ്ടീഷൻ ദാറ്റ് എഫ് ഹാസ് ഒക്കേർഡ്. നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ടി എച്ച്, എച്ച് ടി, ടി ടി. പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ് കണ്ടുപിടിക്കുന്ന സമയത്ത്, അതായത് എഫ് നടന്ന ശേഷം ഇ നടക്കണം. നമുക്ക് കിട്ടിയ എലമെന്റ് ടി എച്ച് ആണെങ്കിൽ ഇ നടന്ന ഇവന്റ് നടക്കുന്നില്ല. ഇ നടന്ന ഇവന്റിന്റെ അകത്ത് 2 എലമെന്റ്സ് ആണുള്ളത്, എച്ച് എച്ച് ടി ടി. ഇപ്പൊ എഫ് ടി എച്ച്, എഫിലെ ടി എച്ച് ആണ് നമുക്ക് ഔട്ട്കം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇ നടന്ന ഇവന്റ് നടക്കുന്നില്ല. അതുപോലെ എച്ച് ടി ആണ് കിട്ടുന്നതെങ്കിലും ഇ നടന്ന ഇവന്റ് അവിടെ നടക്കുന്നില്ല. ടി ടി കിട്ടിക്കഴിഞ്ഞാൽ എഫ് നടന്ന ഇവന്റിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം ടി ടി ആണെങ്കിൽ അവിടെ ഇ സംഭവിക്കും. ഈ ഒരു എലമെന്റ് മാത്രമേ എഫിലും ഇയിലും കോമൺ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു എലമെന്റ് മാത്രമേ ഇ നടന്ന ഇവന്റിനെ ഫേവറബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഫ്രം ദീസ് ഔട്ട്കം ഫേവറബിൾ ടു ഇ ഇസ് ടി ടി. ഓക്കെ, ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 3. ഈ 1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ ഇന്റർസെക്ഷൻ എഫ്. 3 എന്ന് പറയുന്നത് എൻ ഓഫ് എഫ്. സോ പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ എൻ ഓഫ് എഫ്. ദാറ്റ് ഇസ് നമ്പർ ഓഫ് ഔട്ട്കംസ് കോമൺ ടു ഇ ആൻഡ് എഫ് ഡിവൈഡഡ് ബൈ number of outcomes of F. So probability of E by F is equal to n of E intersection F divided by n of F. In ഈ 2 ടേംസിനെ n of s കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ n of s, number of elements in sample space. We know that n of E intersection F divided by n of s is probability of E intersection F. N of F divided by n of s is probability of F. So we have probability of E by F is equal to probability of E intersection F divided by probability of F. ഈ 2 ഇക്വേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. നമ്മൾ പ്രോബ്ലത്തിന് അനുസരിച്ചിട്ട് നമ്മൾ ഈ 2 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. Probability of E by F is equal to number of elements in E intersection F divided by n of F, or probability of E by F is equal to probability of E intersection F divided by probability of F. Let E and F be 2 events associated with the same sample space of a random experiment. The conditional probability of the event E under the condition that the event F has occurred is given by probability of E by F equal to P of E intersection F divided by P of F, where P of F not equal to 0. Now properties of conditional probability. Let E and F be 2 events of a sample space S. Property 1. Probability of S by F is equal to probability of F by F equal to 1. Okay, അതിന്റെ proof ആണ്. Probability of S by F by definition, this is equal to probability of S intersection F divided by probability of F. Okay, F ആണ് ഇവിടുത്തെ sample space.
ഗിവൻ ദാറ്റിന് ശേഷം എന്താന്ന് വരുന്നത് അതാണ് ഡിനോമിനേറ്ററിലേക്ക് വരുന്നത്. പ്രോബിലിറ്റി ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എഫ്. എസ് ഇന്റർസെക്ഷൻ എഫ് ഇസ് എഫ് ബിക്കോസ് എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് എസ്. എസ് ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു എഫ്. So this is equal to probability of f divided by probability of f, which is equal to 1. Now probability of f by f is equal to probability of f intersection f divided by probability of f. F intersection f is f. So p of f divided by p of f, that is equal to 1. So we have probability of s by f equal to probability of f by f equal to 1. Property 2. If A and B are two events of a sample space S and F is an event of S such that P of F not equal to 0, then probability of A union B given that F has occurred, that is P of A union B by F equal to P of A by F plus P of B by F minus P of A intersection B by F. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുല ആണിത്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. Proof. We know that P of A union B equal to P of A plus P of B minus P of A intersection B. P of A union B by F is equal to P of A union B intersection F divided by P of F. Conditional probability definition വെച്ചിട്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. Now A union B intersection F distributive law apply ചെയ്യണം. A intersection F union B intersection F. Distributive law ആണ് അപ്ലൈ ചെയ്തത്. 2 plus 3 into 5 is 2 into 5 plus 3 into 5 എന്ന് എഴുതുന്ന പോലെ A union B intersection F is A intersection F union B intersection F divided by P of F. Now we know that probability of X union Y is equal to P of X plus P of Y minus P of X intersection Y. ഈ റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. P of A union B is P of A plus P of B minus P of A intersection B. So by using this result, this probability equal to P of A intersection F plus P of B intersection F minus P of A intersection F intersection B intersection F divided by P of F. Now A intersection F intersection B intersection F is A intersection B intersection F. So this is equal to P of A intersection F divided by P of F plus P of B intersection F divided by P of F minus P of A intersection B intersection F divided by P of F. Now this is P of A by F, P of B by F, and this is P of A intersection B by F. So we have probability of A union B by F is equal to P of A by F plus P of B by F minus P of A intersection B by F. If A and B are disjoint events, then A intersection B is null set. Probability of A intersection B is 0. Probability of A intersection B given that F has occurred is also 0. So we have probability of A union B by F is equal to P of A by F plus P of B by F. Property 3. P of E complement by F is equal to 1 minus P of E by F. Proof. We have P of S by F is equal to 1. And we know that S is equal to E union E complement, where E intersection E complement is null set. Intersection is null set, union is S. Okay, E and E complement are complement of each other. Intersection is null set, union is S. P of E union E complement by F is equal to 1. Okay, S is equal to E union E complement. Replace S by E union E complement. And we know that E intersection E complement is null set. So applying property 2, P of E union E complement by F is equal to P of E by F plus P of E complement by F, that is equal to 1. P of E by F plus P of E complement by F is equal to 1. So P of E complement by F is equal to 1 minus P of E by F. ഇനി നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, if P of A equal to 7 by 13, P of B equal to 9 by 13 and P of A intersection B is equal to 4 by 13, find P of A by B. P of A by B is equal to P of A intersection B divided by P of B. P of A by B is equal to P of A intersection B divided by P of B.
P of A intersection B is 4 by 13. So 4 by 13 divided by P of B is 9 by 13. So 4 by 13 divided by 9 by 13, which is equal to 4 by 9. Second one, if P of A equal to 0.6, P of B equal to 0.7 and P of A union B equal to 0.9, then find P of A by B and P of B by A. P of A, P of B, P of A union B തന്നിട്ടുണ്ട്. നമ്മൾ P of A intersection B ആദ്യം കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. P of A union B equal to P of A plus P of B minus P of A intersection B. Now take this negative term to LHS and this term to RHS. So we get P of A intersection B is equal to P of A plus P of B minus P of A union B. ഈ ടേമിനെ എങ്ങോട്ടേക്ക് എടുത്തു, അത് നെഗറ്റീവായിട്ട് മാറി. ഈ മൂന്ന് ടേംസിന്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ വി ഗെറ്റ് 0.6 പ്ലസ് 0.7 മൈനസ് 0.9. 0.7 minus 0.9 is minus 0.2. 0.6 minus 0.2 is 0.4. So probability of A intersection B is 0.4. Now we know that P of A by B is equal to P of A intersection B divided by P of B. P of A intersection B is 0.4. P of B is equal to 0.7. So 0.4 divided by 0.7, multiplying numerator and denominator by 10, we get 4 by 7. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് P of B by A ആണ്. അതിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. P of B by A എന്ന് പറയുമ്പോൾ P of A intersection B divided by P of A. ഇവിടെ given thatന് ശേഷം എന്താണെന്നുള്ളത് അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. So that is equal to 0.4 divided by P of A is 0.6. 0.4 by 0.6 multiplying by 10 we get 4 by 6 which is equal to 2 by 3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.1-ലെ 17 പ്രോബ്ലംസ് ആണ്. എല്ലാ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് വൺ, given that E and F are events such that P of E equal to 0.6, P of F is equal to 0.3 and P of E intersection F is 0.2. Find P of E by F and P of F by E. P of E by F is equal to probability of E intersection F divided by probability of F. Probability of E intersection F is 0.2. So 0.2 divided by 0.3 which is equal to 2 by 3. Probability of F by E is equal to probability of E intersection F divided by P of E. Okay, denominator ഇരിക്കുന്നതാണ് ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരുന്നത്. P of E intersection F is 0.2. 0.2 divided by P of E. P of E is 0.6. So 0.2 divided by 0.6 which is 2 by 6 which is equal to 1 by 3. Second one, compute probability of A by B if P of B equal to 0.5 and probability of A intersection B is equal to 0.32. Probability of A by B is equal to probability of A intersection B divided by probability of B. So that is equal to 0.32 divided by 0.5. Multiplying numerator and denominator by 100, we get 32 divided by 50 which is equal to 16 divided by 25. Third one, if P of A is equal to 0.8, P of B equal to 0.5 and probability of B by A is equal to 0.4. Find probability of A intersection B, probability of A by B and probability of A union B. ഇപ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടും. Probability of B by A is equal to probability of A intersection B divided by P of A. So P of A intersection B is equal to ഈ P of A ഇങ്ങോട്ടേക്ക് എടുക്കണം. P of A into P of B by A. Now P of A is 0.8. P of B by A is 0.4. So 0.8 into 0.4. 8 into 4 is 32. ഇവിടെ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സ് ആണുള്ളത് ടോട്ടലായിട്ട്. സോ 2 ഡിജിറ്റ് വിട്ടിട്ട് പോയിന്റ് ഇടണം. 0.32. So probability of A intersection B is equal to 0.32. Now we have to find probability of A by B. Probability of A by B is equal to probability of A intersection B divided by probability of B. That is 0.32 divided by 0.5, 32 by 50 which is equal to 16 by 25 or that is equal to 0.64. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി is equal to P of A plus P of B minus P of A intersection B.
Okay, 0.8 plus 0.5 minus 0.32, that is 1.3 minus 0.32, which is equal to 0.98. Fourth one, evaluate probability of A union B if 2 into P of A is equal to P of B equal to 5 by 13 and P of A by B is equal to 2 by 5. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് probability of A union B. We know that probability of A union B is equal to P of A plus P of B minus P of A intersection B. ഇവിടെ P of A, P of B തന്നിട്ടുണ്ട്, പക്ഷെ P of A intersection B തന്നിട്ടില്ല. ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ P of A intersection B കണ്ടുപിടിക്കേണ്ടത്. 2 into P of A is 5 by 13. So what is P of A? 5 divided by 26. 2 into P of A is 5 by 13. So P of A is equal to, ഈ 2 നെ ഇങ്ങോട്ടേക്ക് എടുക്കണം, ഡിനോമിനേറ്ററിലേക്ക് വരും, 5 divided by 26. P of B given it as 5 by 13. P of B is 5 by 13. P of A by B യുടെ വാല്യൂം കൂടി തന്നിട്ടുണ്ട്, 2 by 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിക്കണം. Probability of A by B is equal to P of A intersection B divided by P of B. This implies P of A intersection B is equal to P of B into P of A by B. ഈ ടേമിനെ ഇങ്ങോട്ടേക്ക് എടുക്കണം. P of A intersection B is equal to P of B into P of A by B. Okay, ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 by 13, P of A by B is 2 by 5. So 5 by 13 into 2 by 5. 5 cancel ചെയ്ത് പോകും, 2 by 13. Okay, so P of A intersection B is 2 by 13. ഇനി നമുക്ക് probability of A union B കണ്ടുപിടിക്കാം. P of A union B is P of A plus P of B minus P of A intersection B. That is 5 by 25 plus 5 by 13 minus 2 by 13. Now take denominator 26. 5 by 26. ഇവിടെ denominator 26 ആണ്. So take denominator 26. So we have to multiply this second and third term by 2. 2 into 13 is 26. So multiply second term and third term by 2. 5 into 2 is 10. 2 into 2 is 4. So 5 plus 10 minus 4, which is equal to 10 plus 1, which is 11. 11 divided by 26. Now fifth one, if P of A equal to 6 by 11, P of B equal to 5 by 11 and P of A union B equal to 7 by 11, find P of A intersection B, P of A by B and P of B by A. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of A intersection B. We know that probability of A union B equal to P of A plus P of B minus P of A intersection B. ആ റിസൾട്ടാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. Probability of A union B is P of A plus P of B minus P of A intersection B. So P of A intersection B is equal to P of A plus P of B minus P of A union B. LHSിലിരിക്കുന്ന P of A union B നെ RHSിലേക്കും RHSിൽ ഉണ്ടായിരുന്ന probability of A intersection B നെ LHSിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. So this is equal to 6 by 11 plus 5 by 11 minus 7 by 11. Okay, 6 plus 5, 11. 11 minus 7 is 4. 4 by 11. So probability of A intersection B is 4 by 11. ഇനി നമുക്ക് probability of A by B യും probability of B by A കണ്ടുപിടിക്കാം. Probability of A by B is probability of A intersection B divided by probability of B. Probability of A intersection B is 4 by 11. തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു. 4 by 11 divided by probability of B is 5 by 11. 4 by 11 divided by 5 by 11. 11, 11 cancel ചെയ്തു പോകും. 4 by 5. Probability of B by A is probability of A intersection B divided by probability of A. Probability of A intersection B is 4 by 11. So 4 by 11 divided by P of A. P of A is 6 by 11. So cancelling 11, we get 4 by 6, which is equal to 2 by 3. Determine probability of E by F in exercise 6 to 9. Sixth one, a coin is tossed 3 times where first one E is such that head on third toss, F such that head on first 2 tosses. Second one, E is such that at least 2 heads, F such that at most 2 heads. Third one, E such that at most 2 tails, F such that at least 1 tail. Here random experiment is tossing a coin 3 times. So sample space S equal to set HHH, HHT, HTH, THH, HTT, THT, TTH, TTT. ആദ്യം 3 ഹെഡ്സ് വരുന്ന എലമെന്റ് എഴുതണം, പിന്നീട് 2 ഹെഡ്സ് വരുന്ന 3 എലമെന്റ്സ് എഴുതണം, അതിനുശേഷം 1 ഹെഡ് വരുന്ന 3 എലമെന്റ്സ് എഴുതണം, അതിനുശേഷം 0 ഹെഡ് വരുന്ന എലമെന്റ്, അതായത് 3 ടെയിൽസ് വരുന്ന എലമെന്റ് എഴുതണം.
ഈ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റാണ്ട് വളരെ ഈസി ആയിട്ട് എലമെന്റ്സിനൊക്കെ എഴുതാം. ഹിയർ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് ഇസ് 8. ഈസ് ഈക്വൽ ടു ഹെഡ് ഓൺ തേർഡ് ടോസ്. ഓക്കെ, ഇവിടെ ഇവന്റ് ഇ എന്ന് വെച്ചാൽ ഹെഡ് ഓൺ തേർഡ് ടോസ്. മൂന്നാമത്തെ എലമെന്റ് ഹെഡ് കിട്ടണം. അതായത് എച്ച് 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 ഇത് ഇയിലെ ഒരു എലമെന്റ് ആണ്. മൂന്നാമത്തെ എലമെന്റ് എച്ച് കിട്ടുന്ന എലമെന്റ്സ് ഒക്കെ ഇന്റെ അകത്ത് ഉണ്ടാകും. എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്, ടി ടി എച്ച്. മൂന്നാമത്തെ എലമെന്റ് ഹെഡ് കിട്ടുന്ന എലമെന്റ്സ് ആണ് ഇ എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് ഉണ്ടാവല്ലേ. എഫ് ഇസ് ഈക്വൽ ടു ഹെഡ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. ആദ്യത്തെ 2 ടോസിൽ ഹെഡ് കിട്ടണം. അപ്പോൾ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? എച്ച് എച്ച് എച്ച്, എച്ച് എച്ച് ടി. ഓക്കെ, നൗ ഇ ഇന്റർസെക്ഷൻ എഫ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഇ ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കണം. ഇയുടെയും എഫിന്റെയും കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ളത് എച്ച് എച്ച് എച്ച്. സോ ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് സെറ്റ് എച്ച് എച്ച് എച്ച്. Now probability of E by F is equal to number of elements in E intersection F divided by number of elements in F. E intersection F ന്റെ അകത്ത് ഒരു എലമെന്റ് ആണ് ഇരിക്കുന്നത്. F ന്റെ അകത്ത് 2 എലമെന്റ്സ് ആണ് ഇരിക്കുന്നത്. So probability of E by F is equal to 1/2. Now second one is such that at least 2 heads. At least 2 heads means 2 or more than 2 heads. ഇവിടെ 2 heads or 3 heads. ഓക്കെ, 2 ഹെഡ് വരുന്ന എലമെന്റ്സും എടുക്കണം, 3 ഹെഡ്സ് വരുന്ന എലമെന്റ്സിനെയും എടുക്കണം. സോ ഈസ് ഈക്വൽ ടു എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്, എച്ച് എച്ച് എച്ച്. നൗ എഫ് ഈക്വൽ ടു അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്, മാക്സിമം 2 ഹെഡ്സ്. അതായത് 0 ഹെഡ് വരാം, 1 ഹെഡ് വരാം, 2 ഹെഡ്സ് വരാം. ആ എലമെന്റ്സ് ഒക്കെ നമ്മൾ എഫിന്റെ അകത്ത് എഴുതണം. 0 ഹെഡ് എന്ന് പറയുമ്പോൾ 3 ടൈൽസ് ആണ് ഉണ്ടാവുക, ടി ടി ടി. 1 ഹെഡ് എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്. ദെൻ 2 ഹെഡ്സ് എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്. ഈ എലമെന്റ്സ് ആണ് എഫിന്റെ അകത്ത് ഉണ്ടാവുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇ ഇന്റർസെക്ഷൻ എഫ്. ഇയുടെയും എഫിന്റെയും കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കണം. ഇന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്, എഫിന്റെ അകത്ത് അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്. അപ്പൊ 2 ഹെഡ്സ് വരുന്ന എലമെന്റ്സ് ഇന്റെയും എഫിന്റെയും അകത്തുണ്ട്. ഓക്കെ, ഇവിടെ 2 ഹെഡ്സ് ഉണ്ട്, ഇവിടെയും 2 ഹെഡ്സ് വരുന്ന എലമെന്റ്സ് ഉണ്ട്. സോ ഈ ഇന്റർസെക്ഷൻ എഫ് കൺസിസ്റ്റ് എലമെന്റ്സ് എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്. What is number of elements in E intersection F? 3. N of F is 7. So probability of E by F is equal to 3/7. Probability of E by F is equal to N of E intersection F divided by N of F. That's equal to 3/7. Now third one is such that at most 2 tails. Okay, at most 2 tails എന്ന് പറയുമ്പോൾ maximum 2 tails. അപ്പോൾ എന്തൊക്കെ വരാം? 0 tail വരാം, 1 tail വരാം, 2 tails വരാം. 0 tail എന്ന് പറയുമ്പോൾ 3 ഹെഡ്സ് വരുന്ന എലമെന്റ്സ് ആണ്. ആ എലമെന്റ് എഴുതണം. 1 tail, ഒരു ടെയിൽ മാത്രം ഇരിക്കുന്ന 3 എലമെന്റ്സ് ഉണ്ടാകും. ആ 3 എലമെന്റ്സിനും എഴുതണം. 2 tails വരുന്ന 3 എലമെന്റ്സ് ഉണ്ട്. ആ 3 എലമെന്റ്സിനും എഴുതണം. Now F such that at least 1 tail. At least 1 tail means 1 or more than 1 tails. അപ്പോൾ എന്തൊക്കെ വരും? 1 tail വരുന്ന എലമെന്റ്സ് എല്ലാം എഴുതണം. 2 tails വരുന്ന എലമെന്റ്സിനെയും എഴുതണം. 3 tails വരുന്ന എലമെന്റ്സിനെയും എഴുതണം. അതായത് ടി എച്ച് എച്ച്, എച്ച് ടി എച്ച്, എച്ച് എച്ച് ടി. ഒരു ടെയിൽ വരുന്ന 3 എലമെന്റ്സ് ഉണ്ട്. 2 ടൈൽസ് വരുന്ന 3 എലമെന്റ്സ് ഉണ്ട്, അതിനെയും എഴുതണം. 3 ടൈൽസ് വരുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതിനെയും എഴുതണം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇന്റർസെക്ഷൻ ഓഫ് ഇ ആൻഡ് എഫ്. അപ്പോൾ ഇവിടെ ഇന്റർസെക്ഷനിൽ 1 ടെയിൽ വരുന്ന എലമെന്റ്സും ഉണ്ടാകും, 2 ടൈൽസ് വരുന്ന എലമെന്റ്സും ഉണ്ടാകും. ഓക്കെ, കോമൺ എലമെന്റ്സ് ഇതൊക്കെയാണ്. 1 ടെയിൽ വരുന്ന എലമെന്റ്സ് ആണ്, പിന്നെ 2 ടൈൽസ് വരുന്ന എലമെന്റ്സും കോമൺ എലമെന്റ്സ് ആണ്. സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു ടി എച്ച് എച്ച്, എച്ച് ടി എച്ച്, എച്ച് എച്ച് ടി, ടി ടി എച്ച്, ടി എച്ച് ടി, എച്ച് ടി ടി. What is n of E intersection F? 6. n of F 7. So what is probability of E by F? 6/7. So probability of E by F is equal to 6/7. Seventh one, 2 coins are tossed once where E such that tail appears on 1 coin, F such that 1 coin shows head. Second one is such that no tail appears, F such that no head appears. Here random experiment is tossing 2 coins. Okay, so what is sample space? 2 coins പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാ? S is equal to HH, HT, TH, TT. E equal to tail appears on 1 coin. ഒരു കോയിനിൽ ടെയിൽ കിട്ടണം. അപ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാ? HT, TH. F
ഈക്വൽ ടു 1 കോയിൻ ഷോസ് ഹെഡ്. ഒരു കോയിനിൽ ഹെഡ് വരണം. അപ്പോൾ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? എച്ച് ടി ടി എച്ച്. രണ്ടും സെയിം സെറ്റ് ആണ് അല്ലേ? ഇയും എഫും രണ്ടും സെയിം സെറ്റ് ആണ്. സോ ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു സെറ്റ് എച്ച് ടി ടി എച്ച്. Now probability of E by F is equal to n of E intersection F divided by n of F. Number of elements in E intersection F is 2. Number of elements in F is 2. 2 by 2 equal to 1. So probability of E by F is equal to 1. Second one is such that no tail appears. Tail ഒന്നും ഇല്ലാത്ത element. അതേത് element ആ? HH. F such that no head appears. Head ഇല്ലാത്ത element TT. Okay, so E is equal to set HH, F is equal to set TT. Now E intersection F is null set. There is no common element. So E intersection F is null set. So probability of E by F is equal to number of elements in E intersection F divided by number of elements in F. What is number of elements in null set? 0. Number of elements in F is 1. 0 by 1 is equal to 0. Now next one, a die is thrown 3 times. Okay, die is thrown 3 times. Die ഒരു പ്രാവശ്യം എറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് സെറ്റ് 1 2 3 4 5 6 ആണ്. ഡൈ 2 പ്രാവശ്യം എറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഏതാ? സെറ്റിന്റെ അകത്ത് 1 1 1 2 1 3 എക്സെട്ര 1 6 എക്സെട്ര 6 6. ഡൈനെ 3 പ്രാവശ്യം എറിയുമ്പോൾ 3 എലമെന്റ്സ് വരും. 1 1 1 1 1 2 എക്സെട്ര ലാസ്റ്റ് എലമെന്റ് 6 6 6. What is number of elements in the sample space? 6 raised to 3, that is 216. Now here there are two events, A and B. A such that 4 appears on the third toss. Third toss il 4 varanam. B such that 6 and 5 appears respectively on first 2 tosses. അപ്പോൾ ബിയിൽ ആദ്യത്തെ എലമെന്റ് 6ഉം രണ്ടാമത്തെ എലമെന്റ് 5ഉം ആണ് വരുന്നത്. മൂന്നാമത്തെ എലമെന്റ് ഏത് എലമെന്റ് വേണമെങ്കിൽ വരാം. Determine probability of A by B. So here S is equal to random experiment is die is thrown 3 times. So sample space S is equal to set 1 1 1 1 1 2 1 1 3 etc. 6 6 6. Number of elements in S is 6 raised to 3 which is equal to 216. A equal to 4 appears on the third toss. Third number 4 ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വരും? 1 1 4 1 2 4 1 3 4 1 4 4 1 5 4 1 6 4. Okay. ഇനി ഫസ്റ്റ് എലമെന്റ് 2 എടുത്താൽ 2 1 4 2 2 4 2 3 4 എക്സെട്ര 2 6 4 എക്സെട്ര 6 1 4 6 2 4 എക്സെട്ര 6 6 4. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഒരു റോയിൻ്റെ അകത്ത് 6 എലമെന്റ്സ് ഉണ്ട്. ഒരു റോയിൽ 6 എലമെന്റ്സ് ഉണ്ട്. അതുപോലെ 6 റോസ് ആണുള്ളത്. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് 6 into 6 36. N of A is equal to 36. ആദ്യത്തെ റോയിൽ 6 എലമെന്റ്സ്, രണ്ടാമത്തെ റോയിൽ 6 എലമെന്റ്സ്, അതുപോലെ മൂന്നാമത്തെ റോയിലും 6 എലമെന്റ്സ്. ഫസ്റ്റ് എലമെന്റ് 6, ഫസ്റ്റ് എലമെന്റ് 1 2 3 എക്സെട്ര 6 വരെ 6 റോസ് ആണുള്ളത്. സോ ടോട്ടൽ എലമെന്റ്സ് ഇസ് 6 into 6 36. B equal to 6 and 5 appear respectively on first 2 tosses. 6 first element ആയിരിക്കണം, 5 second element ആയിരിക്കണം. Third element 1 2 3 etc. വരാം. So B equal to set 6 5 1 6 5 2 6 5 3 6 5 4 6 5 5 6 5 6. ഓക്കെ, ഇതാണ് ബിയിലെ എലമെന്റ്സ്. ഇനി നമുക്കറിയാം എ എന്ന് പറഞ്ഞ സെറ്റിൽ മൂന്നാമത്തെ എലമെന്റ് 4 വരണം. ബി എന്ന് പറഞ്ഞ സെറ്റിൽ ആദ്യത്തെ രണ്ട് എലമെന്റ്സ് 6ഉം 5ഉം ആയിരിക്കണം. സോ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 6 5 4. ഒറ്റൊരു എലമെന്റ് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി ഇസ് 1. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി is 6. So probability of A by B is equal to number of elements in A intersection B divided by n of B, which is equal to 1 by 6. Mother, father and son line up at random for a family picture. Okay, mother, father and son line up at random for a family picture. E such that son on one end, F such that father in middle. We have to find probability of E by F. നമ്മൾ മദറിനെ എം എന്നും ഫാദറിനെ എഫ് എന്നും സണ്ണിനെ എസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ലൈനായിട്ട് ഇരിക്കാന്ന് വേണ്ടത്. എം എഫ് എസ്. ഓക്കെ, മദർ ഫാദർ സൺ, മദർ സൺ ഫാദർ,
FMS, FSM, SFM, SMF ഇതുപോലെ അവർക്ക് ലൈനായിട്ട് നിൽക്കാം. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡിഫറെൻ്റ് ആയ പാറ്റേണിൽ അവർക്ക് ലൈനായിട്ട് നിൽക്കാം. ഇനി നമ്മൾ ഇവന്റ് എന്ന് വെച്ചാൽ എന്താ? സൺ ഓൺ വൺ എൻഡ്. ഓക്കെ, ഇവിടെ സൺ ഒരു എൻഡിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെയും ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെയും ഒരു എലമെന്റ്. 4 എലമെന്റ്സ് കിട്ടും. MFS, FMS, SFM, SMF. ഈ 4 എലമെന്റ്സിലും സൺ ഒരു എൻഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാനമായിരിക്കും നിൽക്കുന്നത്. F such that father in middle. അച്ഛൻ നടുക്ക് ആണ് വരുന്നത്. അച്ഛൻ നടുക്ക് നിൽക്കണം. അതായത് മദർ, ഫാദർ, സൺ, സൺ, ഫാദർ, മദർ. ഓക്കെ, ഇതുപോലെ ഇതിലേതെങ്കിലും രീതിയിലായിരിക്കും അവർ നിൽക്കല്. ഇനി ഈ ഇന്റർസെക്ഷൻ എഫ് എടുത്തു കഴിഞ്ഞാൽ ഈ 2 സെറ്റിലെ കോമൺ എലമെന്റ്സ് ഏതൊക്കെ നോക്കാം. MFS ഇവിടെയും ഉണ്ട്, SFM ഇവിടെയും ഉണ്ട്. സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് MFS, SFM. What is number of elements in E intersection F? 2. Number of elements in F? 2. So probability of E by F is equal to N of E intersection F divided by N of F, which is equal to 2 by 2 equal to 1. A black and a red dice are rolled. Okay, there are 2 dice, a black die and a red die. Find the conditional probability of obtaining a sum greater than 9 given that the black die resulted in a 5. Okay, we have to find probability of a sum greater than 9. അപ്പോൾ ഈ നടന്ന ഇവന്റ് നമ്മൾ എടുക്കേണ്ടത് sum greater than 9. Given that ശേഷം വരുന്നത് നമ്മൾ F ആയിട്ട് എടുക്കണം. Given that the black die resulted in a 5. അപ്പോൾ നമ്മുടെ F എന്താ? black die resulted in a 5. അപ്പോൾ നമ്മൾ probability of E by F കണ്ടുപിടിക്കണം. Second one, find the conditional probability of obtaining the sum 8 given that the red die resulted in a number less than 4. So here is sum 8. Given that ന് ശേഷം വരുന്നതാണ് F ആയിട്ട് എടുക്കുന്നത്. F equal to red die resulted in a number less than 4. Red die എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഡൈയിൽ less than 4 എടുക്കണം. A black and a red die are rolled. 2 dice ആണ് റോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഡൈ ബ്ലാക്കും സെക്കൻഡ് ഡൈ റെഡ് ഡൈ ആണ്. സാമ്പിൾ സ്പേസ് ബ്ലാക്ക് ഡൈയിലും റെഡ് ഡൈയിലും 1 to 6 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ സാമ്പിൾ സ്പേസ് ഈക്വൽ ടു 1 1 1 2 എക്സെട്ര 6 6. N of S is equal to 36. ഈ എലമെന്റ്സിന്റെ സം ഗ്രേറ്റർ ദാൻ 9 ആവണം. E ഈക്വൽ ടു സം ഗ്രേറ്റർ ദാൻ 9. ഈ എലമെന്റ്സിന്റെ സം ഗ്രേറ്റർ ദാൻ 9 ആവണം. 1 1 എടുത്ത സം 2 ആണ്, 1 2 എടുത്ത സം 3 ആണ്, 6 6 എടുത്ത സം 12 ആണ്. 1 2 1 3 1 4 എക്സെട്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സം 9 എത്തുന്നില്ല. ഗ്രേറ്റർ ദാൻ 9 ആവണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 4 വെച്ചിട്ടാണ്. 4 6 സം 10 ആണ്. ഓക്കെ, 4 6 5 5 5 6 6 4 6 5 6 6. ഇതിനൊക്കെ സം ഗ്രേറ്റർ ദാൻ 9 വരും. ഓക്കെ, ഇവിടെ സം 10 10 11 10 11 12. സം ഗ്രേറ്റർ ദാൻ 9 ആയ എലമെന്റ്സ് ആണ് ഈ നടന്ന സെറ്റിന്റെ അകത്തുള്ളത്. സോ ഈസ് ഈക്വൽ ടു സെറ്റ് 4 6 5 5 5 6 6 4 6 5 6 6. F ഈക്വൽ ടു 5 ഓൺ ബ്ലാക്ക് ഡൈ. ബ്ലാക്ക് ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എറിയുന്ന ഡൈ ആണ്. ആദ്യത്തെ നമ്പർ 5 ആയിരിക്കണം. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് വരും? 5 1 5 2 5 3 5 1 5 2 5 3 5 4 5 5 5 6. ഇതാണ് എഫിലെ എലമെന്റ്സ്. ഇനി നമ്മൾ ഇവിടെ ഇയും എഫും തമ്മിലുള്ള കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കണം. അതായത് ഇയില് 5 വെച്ച് തുടങ്ങുന്ന എലമെന്റ്സ് എല്ലാം എഫിലും ഉണ്ടാകും. സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് 5 5 5 6. What is number of elements in E intersection F? 2. Number of elements in F is 6. So probability of E by F is equal to number of elements in E intersection F divided by N of F, which is equal to 2 by 6, which is equal to 1 by 3. B is such that event of getting a sum equal to 8. Okay, elements in the sum 8 കിട്ടണം. അപ്പോൾ ഏതൊക്കെ എലമെന്റ്സ് വരും? 2 6 3 5 4 4 5 3 6 2. ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. Now F such that event of getting a number less than 4 on red die. Red die എന്ന് പറയുമ്പോൾ രണ്ടാമത് എടുക്കുന്ന ഡൈ ആണ്. രണ്ടാമത്തെ ഡൈയില് നമ്പർ വരേണ്ടത് ലെസ് ദാൻ 4 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എലമെന്റ് 1 എടുത്താൽ രണ്ടാമത്തെ എലമെന്റ് ലെസ് ദാൻ 4 ആവണം. അപ്പോൾ രണ്ടാമത്തെ എലമെന്റ്സ് ഏതൊക്കെ എടുക്കാം? 1 2 3 എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എലമെന്റ്സ് 1 1 1 2 1 3.
ഓക്കെ 1 4 ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം സെക്കൻഡ് എലമെന്റ് ലെസ് ദാൻ 4 ആവണം. അപ്പൊ നമുക്ക് കിട്ടുന്ന എലമെന്റ്സ് 1 1 1 2 1 3. ഇനി നമ്മൾ ആദ്യത്തെ എലമെന്റ് 2 എടുത്താൽ സെക്കൻഡ് എലമെന്റ് 1 2 3 മാത്രം എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന എലമെന്റ്സ് 2 1 2 2 2 3 ആണ്. ഇനി ഫസ്റ്റ് എലമെന്റ് മാറ്റാം, സെക്കൻഡ് എലമെന്റ്സിന് 1 2 3 എടുക്കാം. ഫസ്റ്റ് എലമെന്റ് 4 എടുക്കണം, സെക്കൻഡ് എലമെന്റ് 1 2 3 എടുക്കണം. ഫസ്റ്റ് എലമെന്റ് 5 എടുക്കുക, ഫസ്റ്റ് എലമെന്റ് 6 എടുക്കുക, സെക്കൻഡ് എലമെന്റ്സ് 1 2 3 തന്നെ എടുക്കണം. ഓക്കെ, ഇനി ഇയും എഫും തമ്മിൽ കോമൺ എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. സെക്കൻഡ് എലമെന്റ് 1 2 3 വരുന്ന എലമെന്റ്സ് ഇവിടുന്ന് എടുത്താൽ മതി. ഈ എന്ന് പറഞ്ഞ സെറ്റിൽ ഇവിടെ സെക്കൻഡ് എലമെന്റ് 6 ഇത് എടുക്കാൻ പറ്റില്ല. ഇവിടെ സെക്കൻഡ് എലമെന്റ് 5 ഇതും നമ്മളെ ഇന്റർസെക്ഷൻ വരുന്നില്ല. ഇവിടെ സെക്കൻഡ് എലമെന്റ് 4 ഇത് ഇന്റർസെക്ഷൻ വരുന്നില്ല. സെക്കൻഡ് എലമെന്റ് 3 വരുന്ന എലമെന്റ് ഇന്റർസെക്ഷനിൽ വരും. സെക്കൻഡ് എലമെന്റ് 2 വരുന്ന എലമെന്റും ഇന്റർസെക്ഷനിൽ വരും. സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് 5 3 6 2. സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് 5 3 6 2. So what is number of elements in E intersection F? 2. Number of elements in F. ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 വരുമ്പോൾ 3 എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് എലമെന്റ് 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് എലമെന്റ് 2 വരുന്ന 3 എലമെന്റ്സ് ഉണ്ട്. സോ ദർ ആർ ടോട്ടൽ 3 into 6 elements, 18 elements. Number of elements in F is 18. So probability of E by F is equal to N of E intersection F divided by N of F. That is equal to 2 by 18, which is equal to 1 by 9. A fair die is rolled. Consider events E equal to set 1 3 5, F equal to set 2 3 and G equal to set 2 3 4 5. Find probability of E by F and probability of F by E. Second one, probability of E by G and probability of G by E. Third one, probability of E union F by G and probability of E intersection F by G. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷണൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം, അതിനുശേഷം ആൻസർ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇയും എഫും സെറ്റ് തന്നിട്ടുണ്ട്, ഇ എഫ് ജി 3 സെറ്റ്സ് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഇസ് പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എഫ്. അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എഫ്. Probability of E by F is equal to N of E intersection F divided by N of F. E is set 1 3 5, F is set 2 3. So E intersection F, E intersection F ന്റെ അകത്ത് 3 ആണ് ഉണ്ടാവുക. ഇവിടെ 3 ആണ് കോമൺ എലമെന്റ്. സോ സെറ്റ് 3. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ E intersection F is 1. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ F, F ന്റെ അകത്ത് 2 എലമെന്റ്സ് ആണുള്ളത്. N of F is equal to 2. So answer is 1 by 2. Now probability of F by E is equal to N of E intersection F divided by N of E. N of E intersection F is 1. N of E is equal to 3. So 1 by 3. Now second one, probability of E by G. Okay, so we have to find E intersection G. E യും G ഈ രണ്ട് സെറ്റിലെ കോമൺ എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കണം. ഇവിടെ 3 5 ഉണ്ട്, ഇവിടെയും 3 5 ഉണ്ട്. So E intersection G is E intersection G is set 3 5. Probability of E by G is N of E intersection G divided by N of G. Number of elements in E intersection G is 2. N of G is equal to 4. So answer is 2 by 4, which is equal to 1 by 2. Probability of G by E ഇങ്ങനെ കണ്ടുപിടിക്കാം. N of E intersection G divided by N of E. N of E intersection G is 2. N of E is 3. So answer is 2 by 3. Now third one, probability of E union F by G and probability of E intersection F by G. ഇപ്പോൾ നമ്മൾ ആദ്യം E union F കണ്ടുപിടിക്കണം. ഓക്കെ, E union F is set 1 3 5 2 3. ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ ആണ്. ഇവിടുത്തെ എല്ലാ എലമെന്റ്സും ആണ്. ഇവിടുത്തെ E എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതണം, F എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതണം. So we get 1 2 3 5. E union F is equal to set 1 2 3 5. Now we have to find E union F intersection G. Okay, E union F ഈ സെറ്റും ജിയും ഈ രണ്ട് സെറ്റിലെ കോമൺ എലമെന്റ്സ് ഏതൊക്കെയാ നോക്കണം. ഏതൊക്കെയാ കോമൺ ആയിട്ടുള്ളത്? 2 3 5. So intersection is set 2 3 5. ഇനി രണ്ടാമത്തെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ ഈ ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കണം. ഇയും എഫും തമ്മിൽ കോമൺ എലമെന്റ് 3 ആണ്, സെറ്റ് 3. പിന്നീട് കണ്ടുപിടിക്കേണ്ടത് ഈ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി. ഓക്കെ, ഈ ഇന്റർസെക്ഷൻ എഫിൽ 3 ആണില്ലേ, ഈ ഇന്റർസെക്ഷൻ എഫിന്റെ അകത്തിരിക്കുന്ന
എലമെന്റ് 3 ആണ്. അതും ജിയും തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെറ്റ് 3 ആണ്. ഇനി ആദ്യത്തേത് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഫസ്റ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ബൈ ജി ഈസ് ഈക്വൽ ടു n of E union F intersection G divided by n of G. n of E union F intersection G is 3. n of G is equal to 4. So answer is 3 by 4. Now probability of E intersection F by G is equal to n of E intersection F intersection G divided by n of G. Now what is n of E intersection F intersection G? 1. n of G is 4. So answer is 1 by 4. അപ്പോൾ ഇവിടെ 3 സെറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. Assume that each born child is equally likely to be a boy or a girl. If a family has 2 children, what is the conditional probability that both are girls given that the youngest is a girl? Second one, at least one is a girl. അപ്പോൾ ഫാമിലിയിൽ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? ബോയിനെ ബി ആയിട്ടും ഗേളിനെ ജി ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ സ്പേസ് ബി 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 ജി ജി ബി ജി ജി. ഓക്കെ, ദിസ് ഇസ് അവർ സാമ്പിൾ സ്പേസ് ബി 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 ജി ജി ബി ജി ജി. Now E such that both are girls. So E is equal to set G G. F such that the youngest is a girl. യംഗസ്റ്റ് വൺ ഗേൾ ആവണം. ആദ്യത്തേത് ബോയ്, രണ്ടാമത്തത് ഗേൾ. ആദ്യത്തേത് ഗേൾ, രണ്ടാമത്തതും ഗേൾ. ഇങ്ങനെ ഈ 2 എലമെന്റ്സ് ആണ് വരുന്നത്. യംഗസ്റ്റ് ഇസ് എ ഗേൾ. സോ എലമെന്റ്സ് ആർ ബി ജി ജി ജി. നൗ പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ എൻ ഓഫ് എഫ്. നൗ ഈ ഇന്റർസെക്ഷൻ എഫിന്റെ അകത്ത് ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ജി ജി എന്ന് പറഞ്ഞ എലമെന്റ് മാത്രമേ ഉള്ളൂ. സോ എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് 1, എൻ ഓഫ് എഫ് ഇസ് 2. So n of E intersection F divided by n of F is equal to 1 by 2. Second one, F such that at least one is a girl. At least one is a girl means one or more than one girls. So elements are BG, GB, GG. ഒരു ഗേൾ വരുന്ന എലമെന്റ്സിനെ എഴുതണം, 2 ഗേൾസ് വരുന്ന എലമെന്റിനെയും എഴുതണം. സോ F is equal to BG, GB, GG. Now we have to find E intersection F. ഇ എന്ന് പറഞ്ഞ സെറ്റിൽ ജി ജി ആണുള്ളത്. എഫ് എന്ന് പറയുന്ന സെറ്റിൽ ബി ജി ജി ബി ജി ജി. സോ ഇന്റർസെക്ഷൻ ഇസ് സെറ്റ് ജി ജി. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് 1. എൻ ഓഫ് എഫ് ഇസ് 3. സോ പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ എൻ ഓഫ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു 1 by 3. An instructor has a question bank consisting of 300 easy true or false questions, 200 difficult true or false questions, 500 easy multiple choice questions, and 400 difficult multiple choice questions. If a question is selected at random from the question bank, what is the probability that it will be an easy question given that it is a multiple choice question? ഈ പ്രോബ്ലം ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊന്ന് നമുക്ക് ടേബിളിന്റെ ഫോമിലേക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈസി ട്രൂ ഓർ ഫോൾസ് 2 ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത്. ട്രൂ ഓർ ഫോൾസ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ്. ഓക്കെ, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ട്രൂ ഓർ ഫോൾസ്, മൾട്ടിപ്പിൾ ചോയ്സ്, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രൂ ഓർ ഫോൾസ് ഈസി 300, ട്രൂ ഓർ ഫോൾസ് ഡിഫിക്കൽട്ട് 200. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ഈസി 500 ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ഡിഫിക്കൽട്ട് 400 ആണ്. നമുക്ക് ഈ ഡാറ്റനെ ടേബിൾ ഫോമിലേക്ക് എഴുതാം. ഈസി ഡിഫിക്കൽട്ട് 2 ടൈപ്പ് ചോദ്യങ്ങൾ, അതിൽ ട്രൂ ഓർ ഫോൾസും മൾട്ടിപ്പിൾ ചോയ്സും ഉണ്ട്. ട്രൂ ഓർ ഫോൾസ് ഈസി 300, ട്രൂ ഓർ ഫോൾസ് ഡിഫിക്കൽട്ട് 200. ട്രൂ ഓർ ഫോൾസ് ഈസി 300, ട്രൂ ഓർ ഫോൾസ് ഡിഫിക്കൽട്ട് 200. ടോട്ടൽ 500 ട്രൂ ഓർ ഫോൾസ് ചോദ്യങ്ങളാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ഈസി 500, ഡിഫിക്കൽട്ട് 400. സോ ടോട്ടൽ 900 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈസി ക്വസ്റ്റ്യൻസ് 800, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് 600. Total number of questions 1400. Okay. E equal to getting an easy question. Okay. Total number of easy questions. Total number of easy questions 800. So n of E is equal to 800. F is equal to getting a multiple choice questions. Total number of multiple choice questions is 900. N of F is equal to 900. Now E intersection F. E എന്ന് പറയുമ്പോൾ easy question ആണ്.
എഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും? ഈസി ആയിരിക്കണം, മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കണം. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ഈസി വരുന്നത് എത്രയാ? 500 ആണ്. ഓക്കെ, ഈസി ആയിരിക്കണം, മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കണം, അത് 500 ആണ്. എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇസ് 500. So probability of E by F is equal to N of E intersection F divided by N of F, which is equal to 500 divided by 900, which is equal to 5 by 9. 14th one, given that the two numbers appearing on throwing two dice are different. Okay, രണ്ട് dice ആണ് പറയുന്നത്. ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെന്റ് ത്രോയിങ് 2 dice. ഇപ്പോൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് നമുക്കറിയാം. 1 1 1 2 1 3 എക്സെട്ര 6 6. അതിൽ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് നമ്പേഴ്സും ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. എഫ് സച്ച് ദാറ്റ് ടു നമ്പേഴ്സ് അപ്പിയറിംഗ് ആർ ഡിഫറെന്റ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ്. ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഇസ് 4. സം 4 വരണം. ഈ എന്ന് പറഞ്ഞ ഇവന്റ് എന്താ? സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഇസ് 4. Here random experiment is throwing 2 dice. So sample space S is equal to set 1 1 1 2 etc. 6 6. E is equal to the sum of the numbers on the dice is 4. So E is equal to sum 4 കിട്ടണം. 1 3 2 2 3 1. F is equal to getting different numbers on the dice. Okay, രണ്ട് ഡൈസിലെ നമ്പേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 1 ഉണ്ടാവത്തില്ല. സെയിം എലമെന്റ് വരുന്ന എലമെന്റ്സ് ഒന്നും ഇവിടെ ഇല്ല. 1 1 ഇല്ല. സോ സ്റ്റാർട്ട് ഫ്രം 1 2. 1 2 1 3 1 4 1 5 1 6 ഉണ്ടാകും. 2 1 ഉണ്ട്, പക്ഷെ 2 2 എഫിന്റെ അകത്തില്ല. 2 1 2 3 എക്സെട്ര 2 6 എക്സെട്ര 6 1 6 2 എക്സെട്ര 6 5 6 6 നോട്ട് ബിലോങ്സ് ടു എഫ്. സോ വാട്ട് ഈസ് എൻ ഓഫ് എഫ്? ആദ്യത്തെ റോയില് 5 എലമെന്റ്സ് ആണുള്ളത്. അതുപോലെ 6 റോസ് ഉണ്ട്. സോ 5 into 6 30. 5 into 6 30. എൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 30. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഇന്റർസെക്ഷൻ എഫ് ആണ്. ഈ ഇന്റർസെക്ഷൻ എഫിലെ എലമെന്റ്സ് നോക്കുമ്പോൾ ഈ 2 2 ഇന്റെ അകത്തുണ്ട്, പക്ഷെ അത് എഫിന്റെ അകത്തില്ല. ഈ എലമെന്റ് ഇയിലും ഉണ്ട്, എഫിലും ഉണ്ട്. 3 1 ബിലോങ്സ് ടു ഇ ആൻഡ് 3 1 ബിലോങ്സ് ടു എഫ്. സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 3 3 1. ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് സെറ്റ് 1 3 3 1. Number of elements in E intersection F is 2. Number of elements in F is equal to 30. So probability of E by F is equal to N of E intersection F divided by N of F. That is 2 by 30 equal to 1 by 15. Consider the experiment of throwing a die. If a multiple of 3 comes up, throw the die again. Okay, multiple of 3. അതായത് 3ഉം 6ഉം ആണ് കിട്ടുന്നെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഡൈ എറിയണം. And if any other numbers comes, toss a coin. 3ഉം 6ഉം അല്ലാത്ത നമ്പേഴ്സ്, അതായത് 1 2 4 5 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കോയിൻ ടോസ് ചെയ്യണം. Find the conditional probability of the event. The coin shows a tail given that at least one die shows a 3. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ട E such that coin shows a tail. F such that at least one die shows a 3. നമുക്ക് ആദ്യം സാമ്പിൾ സ്പേസ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം ഒരു ഡൈ എറിയണം. 3ഉം 6ഉം മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഡൈ എറിയണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാ? 3 1 3 2 3 3 3 4 3 5 3 6. 6 ആണ് കിട്ടുന്നതെങ്കിൽ 6 1 6 2 6 3 6 4 6 5 6 6. മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലാത്ത ഏത് നമ്പർ വന്നാലും നമ്മൾ എറിയേണ്ടത് കോയിൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് 1H 1T 2H 2T 3H 3T 4H 4T. So our sample space consists all these elements. So S is equal to 3 1 3 2 3 3 3 4 3 5 3 6 etc. 5T. What is N of S? ഇവിടെ 6 6 12 elements ഉണ്ട്. പിന്നെ 4 4 8 elements. That is 20 elements. N of S is equal to 20. Now E such that the coin shows a tail. Coin tail കാണിക്കുന്ന elements ആണ്. ഏതൊക്കെ elements ആ? 1T 2T 4T 5T. ഈ എലമെന്റ്സ് ആണ് ഈ എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് ഉണ്ടാവുക. കോയിനിൽ ടെയിൽ കിട്ടണം. ഓക്കെ, സോ 1T 2T 4T 5T. F such that at least one die shows a 3. Okay, at least one die means one or more than one die shows a 3. അപ്പോൾ 3 വരുന്ന എലമെന്റ്സിനൊക്കെ നമ്മൾ എടുക്കണം. ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? 3 1 3 2 3 3 3 4 3 5 3 6 ആൻഡ് 6 3. ഈ എലമെന്റ്സ് ഒക്കെയാണ് എഫിന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ,
ഇനി ഇവിടെ കോമൺ എലമെന്റ്സ് ഉണ്ടോ നോക്കി. ഇവിടെ ഈ എന്ന് പറഞ്ഞ സെറ്റിൽ സെക്കൻഡ് എലമെന്റ് ടി വരണം. ഇവിടെ സെക്കൻഡ് എലമെന്റ് ടി വരുന്ന ഒറ്റൊരു എലമെന്റ് ഇല്ല. സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. സോ പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എഫ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ എൻ ഓഫ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഈ ഇന്റർസെക്ഷൻ എഫിന്റെ അകത്ത് എലമെന്റ്സ് ഒന്നുമില്ല. 0 ഡിവൈഡഡ് ബൈ ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സ് എത്രയാ? 3, 4, 5, 6, 7. 0 divided by 7. 0 by 7 is 0. 16th one. If P of A is equal to 1 by 2, P of B equal to 0, then probability of A by B is options A 0, B 1 by 2, C not defined, D 1. Probability of A by B is probability of A intersection B divided by probability of B. Probability of B is 0. So, probability of A by B is not defined. Probability of A by B is probability of A intersection B divided by P of B. P of B is equal to 0. So this is not defined. So answer is C, not defined. 70th one, the last problem on that. If A and B are two events such that P of A by B equal to P of B by A, then A is a subset of B but A not equal to B. B, A is equal to B. C, A intersection B is equal to null set. D, P of A is equal to P of B. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തേ എന്താ ആൻസർ കിട്ടുന്നത് നോക്കിയേ. കണ്ടീഷൻ ഇതാണ്. P of A by B is equal to P of B by A. P of A by B എന്താ? P of A intersection B divided by P of B. That's equal to P of A intersection B divided by P of A. ഇപ്പൊ ആൻസർ കിട്ടിയല്ലോ. ഇപ്പൊ ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആവണമെങ്കിൽ എന്താവണം? ഡിനോമിനേറ്ററും ഈക്വൽ ആയിരിക്കണം. So answer is P of B equal to P of A or P of A is equal to P of B. Option D. എക്സസൈസ് 13.1 വരുന്ന എല്ലാ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തു. വളരെ ഈസി ആയ പ്രോബ്ലംസ് ആണ്. ഡെഫിനിഷൻ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ പ്രോബ്ലംസ് വായിച്ചിട്ട് ആ സെറ്റ് തന്നിരിക്കുന്ന സെറ്റ് എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പ്രോബ്ലംസ് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ് എല്ലാം നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നോട്ട്സിൽ നന്നായിട്ട് എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു.